സഫാ കുന്നിൻ്റെ മുകളിൽ കയറിൽ നിന്ന് മക്കക്കാരോട് ഈ ആദർശത്തെക്കുറിച്ച് പറഞ്ഞു. പരസ്യപ്രബോധനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരംഭിച്ചു. 3 വർഷത്തെ രഹസ്യ പ്രബോധന കാലഘട്ടം കഴിഞ്ഞ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 43-ാമത്തെ വയസ്സിൽ പരസ്യപ്രബോധനത്തിൻ്റെ കാലം ആരംഭിച്ചു. നമ്മൾ മനസ്സിലാക്കിയതുപോലെ ആ ഒരു ആദർശം അവിടെ എത്തിയപ്പോൾ അതിനെ ആളുകൾ പല വിധത്തിലാണ് സ്വീകരിച്ചത്. മക്കയിലൊരു പൊട്ടിത്തെറി ഉണ്ടാകാൻ മാത്രമുള്ള സംഭവ വികാസങ്ങൾ അന്നവിടെ ഉണ്ടായി. ആളുകൾ പലരും ചോദിച്ചു, മുഹമ്മദ് എന്താണ് ഈ കൊണ്ടുവന്നത്? സൂറത്തു സ്വാദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ, ഈ ദൈവങ്ങളൊക്കെ കൂടി ഒറ്റ ദൈവമാക്കാനോ ഒറ്റ ഇലാഹാക്കാനാണോ പറയുന്നത്? ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, അതൊരു അത്ഭുതമാണല്ലോ, നമ്മൾ മുമ്പൊന്നും കണ്ടിട്ടില്ലല്ലോ, നമ്മുടെ ഉപ്പമാരും നമ്മുടെ ഉപ്പാപ്പമാരും ഇതൊന്നും പരിചയിച്ചിട്ടില്ലല്ലോ എന്നൊക്കെയുള്ള മറുപടികളൊക്കെ വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ടും ഈ ഒരു ആദർശം ആരൊക്കെ ഏറ്റെടുത്തോ അംഗീകരിച്ചോ എന്നവർക്ക് തോന്നിയോ അവരെയൊക്കെയും പ്രവാചകനോടൊപ്പം തന്നെ പരിഹസിച്ചും ആക്ഷേപിച്ചും അതിന് കഴിയാതെ വന്നപ്പോൾ ശാരീരികമായി പീഡിപ്പിച്ചും ഇസ്ലാമിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അവർ ശ്രമിച്ചു. അതിലെ ചില ഉദാഹരണങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിവരിച്ചിരുന്നു. ഇനിയും ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ആ സംഭവങ്ങൾ നമ്മൾ വിശദമായി വിവരിക്കുകയാണ് എങ്കിൽ ഒരു പക്ഷേ നമുക്ക് സമാധാനമായി കിടന്നുറങ്ങാൻ കഴിയില്ല. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, അടിമയായിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു നേരിട്ട പ്രയാസങ്ങൾ, അന്ന് സ്വതന്ത്രനായി മക്കയിൽ പേരും പെരുമയുമുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും അബൂ ത്വാലിബിൻ്റെ സംരക്ഷണമുള്ള പ്രവാചകനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു തുടങ്ങിയ സമ്പന്നരായ ആളുകൾക്ക് പോലും പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു എങ്കിൽ അന്ന് അടിമയായിരുന്ന ആളുകൾ യാതൊരു വിലയും കൽപ്പിക്കാതിരുന്ന കറുത്ത വംശജനായ നീഗ്രോ വംശജനായ ബിലാൽ റളിയല്ലാഹു അൻഹു നേരിട്ട പ്രയാസങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. അദ്ദേഹം അടിമയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടിമയായിരുന്ന ഗോത്രത്തിലെ യജമാന ഗോത്രത്തിലെ നേതാവായിരുന്ന ഉമയ്യത്ത് ബിനു ഖലഫ് പ്രവാചകൻ്റെ പ്രധാന ശത്രുക്കളിൽ നമ്മൾ നേരത്തെ എണ്ണിയ ആളും കൂടിയാണ്. ഉമയ്യത്ത് ബിനു ഖലഫ് ഈ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പീഡിപ്പിക്കുന്നതിൽ മുന്നിൽ നിന്നു. കഴുത്തിൽ കയറിട്ട് കുട്ടികളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. ഒരു പട്ടിയെപ്പോലെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മക്കയുടെ മലമടക്കുകളിൽ കുട്ടികൾ കളിച്ചു കൊണ്ട് നടന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ അദ്ദേഹത്തെ നിർത്തി കല്ല് മുകളിൽ വെച്ച് ഇസ്ലാമിൽ നിന്ന് പിന്തിരിയാൻ ആവശ്യപ്പെടുന്ന സംഭവം നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് അഹദ് അഹദ്, അള്ളാഹു ഏകൻ എന്ന വാക്കുകൾ മാത്രമാണ്. അതിൽ നിന്നൊരു പിന്നോട്ട് മാറ്റം ബിലാൽ റളിയല്ലാഹു അൻഹു എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അത് ബിലാൽ റളിയല്ലാഹു അൻഹു എന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിലെ ഏറ്റവും വലിയ പദവിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുചെന്നെത്തിച്ച ദിനങ്ങളായിരുന്നു ഈ കഴിഞ്ഞുപോയ ദിനങ്ങളൊക്കെ. ഉമർ റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയാറുണ്ടായിരുന്നു, ബിലാൽ നമ്മുടെ നേതാവാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോൾ പറയും, ഹാദാ സയ്യിദുന, അബൂബക്കർ ഇതാ വരുന്നു ഞങ്ങളുടെ നേതാവ്, അഅതഖ സയ്യിദന, ഞങ്ങളുടെ നേതാവിനെ മോചിപ്പിച്ച നേതാവ്, അഥവാ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിച്ച നേതാവ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ബാങ്ക് കേൾക്കാൻ വേണ്ടി പ്രവാചകൻ്റെ മരണശേഷം പ്രമുഖരായ സ്വഹാബികൾ കരഞ്ഞ് കാല് പിടിച്ചിട്ടുണ്ട്, ബിലാൽ മദീനയിൽ നിൽക്കൂ എന്ന് പറഞ്ഞു. ബിലാൽ റളിയല്ലാഹു നിന്നിട്ടില്ല. പിന്നീട് ഷാമിലേക്ക് പോയ ബിലാൽ റളിയല്ലാഹു അവിടെ ചെല്ലുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബികളുടെ സംഘം ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ഒന്ന് ബാങ്ക് വിളിക്കുമോ എന്ന് ആവശ്യപ്പെടുന്ന ചരിത്രം നമുക്ക് കാണാൻ കഴിയും. ഷാമിൽ ചെന്ന് അന്ന് ബാങ്ക് വിളിച്ചപ്പോൾ അവിടെ ഒരു മനുഷ്യനെ പോലും എല്ലാവരും കരഞ്ഞ് ഒരു മനുഷ്യൻ പോലും കരയാതിരുന്നില്ല എന്നും ചരിത്രത്തിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ അടിമയായിരുന്നൊരു വ്യക്തിയായിരുന്നു ഖബ്ബാബ് റളിയല്ലാഹു അൻഹു. ഖബ്ബാബ് ഇബ്നുൽ അറത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഖബ്ബാബ് ഇബ്നുൽ അറത്ത് വാളുകൾ നിർമ്മിക്കുന്നതിൽ വിദഗ്ധനായ ഒരു മനുഷ്യനായിരുന്നു ഖബ്ബാബ്. മക്കയിലെ ഒരു സ്ത്രീയുടെ അടിമ, വാളുകൾ നിർമ്മിക്കുന്ന അതിൽ വളരെ നല്ല നൈപുണ്യമുള്ള വ്യക്തിയായിരുന്നു ഖബ്ബാബ് ഇബ്നുൽ അറത്ത്.
അദ്ദേഹം മുസ്ലിമായി എന്നറിഞ്ഞ നിമിഷം മുതൽ അദ്ദേഹത്തിൻ്റെ യജമാനത്തിയുടെ ഗോത്രത്തിൽ നിന്ന് നേരിടേണ്ടി വന്ന പരീക്ഷണങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ സമാനമായ അത്രയധികം കഠിനമായ പരീക്ഷണങ്ങൾ. അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ കല്ല് കയറ്റി വെക്കുകയും അദ്ദേഹത്തെ കനലിൽ കയറ്റി കിടത്തുകയും ആ കനൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നുള്ള ദ്രവങ്ങളും സ്രവങ്ങളും വീണ് ചലം വീണ് ആ കനലുകൾ അണഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുള്ളതായി കാണാൻ കഴിയും. പിൽക്കാലത്ത് സ്വഹാബികളോട് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഈ മുറിവുകൾ കാണിച്ചു കൊടുക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. ഈ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നു. പ്രയാസങ്ങൾ സഹിക്കാൻ വയ്യാതെ മക്കക്കാരിൽ നിന്ന് നേരിടുന്ന പരീക്ഷണങ്ങളിൽ മനം നൊന്ത് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ അടുക്കൽ വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ അടുക്കൽ ഒരു ഷാൾ ഇങ്ങനെ തലയണയാക്കി വെച്ച് കിടന്നുറങ്ങുകയായിരുന്നു. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചത്, അലാ തസ്തൻസിറു ലനാ അലാ തദ്ഉ ലനാ, റസൂൽ എന്താണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തത് എന്നാണ്. റസൂൽ പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല, റസൂൽ പ്രാർത്ഥിക്കാതിരുന്നിട്ടല്ല, വിഷമം കൊണ്ട് ചോദിക്കുന്നതാണ്. റസൂലെ എന്തുകൊണ്ട് റസൂലെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല? എന്താണ് നമുക്ക് ഈ പ്രയാസങ്ങൾ? ഇത് സഹിക്കാൻ കഴിയാത്തതാണല്ലോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു. അവിടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന് കൊടുക്കുന്ന മറുപടി നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഇന്ന് മുസ്ലിം സമൂഹം അനുഭവിക്കുന്ന പ്രയാസങ്ങളോ പരീക്ഷണങ്ങളോ വെച്ച് അത് തുലനം ചെയ്താൽ അതൊന്നുമായി തീരില്ല. ഒരു പുല്ല് പോലും അതിനു മുമ്പിൽ, ഒരു പുല്ലിൻ്റെ വില പോലും നമുക്ക് കൽപ്പിക്കാൻ കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി, ഖബ്ബാബ് റളിയല്ലാഹു അൻഹു അത്രത്തോളം പ്രയാസങ്ങൾ സഹിച്ചു വന്ന് തന്നോട് ആവലാതി പറഞ്ഞ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആദർശത്തിന് വേണ്ടി ഇതല്ല, ഇതിനപ്പുറവും സഹിക്കേണ്ടി വരും, അങ്ങനെ മുൻഗാമികൾ സഹിച്ചിട്ടുണ്ട് എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി, ഖദ് കാന മൻ ഖബ്ലക്കും, നിങ്ങൾ മാത്രമല്ല ഈ പ്രയാസങ്ങൾ സഹിക്കുക എന്ന് പറഞ്ഞത് ആദ്യമായിട്ടൊന്നുമല്ല, നിങ്ങൾക്ക് മുമ്പും ഒരുപാട് ആളുകൾ ഇത് സഹിച്ചിട്ടുണ്ട്. ഒരു സമൂഹം, മുൻപുള്ള സമൂഹം ഇതിനേക്കാൾ വലുത് അവർ നേരിട്ടിട്ടുണ്ട്. യുഖദുർ റജുലു ഫയുഹ്ഫറു ലഹു ഫിൽ അർദ്, ആ മുൻഗാമികളിൽപ്പെട്ട ഒരു മനുഷ്യന് വേണ്ടി ഒരു കുഴി കുത്തും, അയാളെ അതിലേക്ക് ഇറക്കി നിർത്തും. ഫയുജാഉ ബിൽ മിൻഷാർ, എന്നിട്ട് അറക്കവാൾ കൊണ്ടുവന്ന് അയാളുടെ ശരീരം നെടുകെ 2 പീസായി പിളർക്കുന്ന രൂപത്തിൽ പിളർക്കും. എന്നിട്ടും അത് അവരുടെ ആദർശത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചില്ല. വയുംഷതു ബി അംഷാത്തിൽ ഹദീദ്, ഇരുമ്പിൻ്റെ ചീർപ്പ് കൊണ്ടുവന്ന് ശരീരത്തിൽ വാരി മാംസങ്ങളും ഞരമ്പുകളും ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്ന രൂപത്തിൽ അവരെ ഉപദ്രവിച്ചിട്ടുണ്ട് ശത്രുക്കൾ. അങ്ങനെ മുൻഗാമികൾ പ്രയാസം സഹിച്ചിട്ടുണ്ട്. അത് ഈ ആദർശത്തിൻ്റെ പേരിലാണ്. അതൊന്നും ഫമാ യസുദ്ദുഹു ദാലിക അൻ ദീനി, അവരുടെ ദീനിൽ നിന്ന് അതൊന്നും അവരെ തടഞ്ഞില്ല. അതൊന്നും അവരുടെ ദീനിൽ നിന്ന്, ആദർശത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പര്യാപ്തമായിരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിന് നാളെ ഏറ്റവും നല്ല ഉന്നതി നൽകും എന്ന് പറഞ്ഞുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ബാബ് റളിയല്ലാഹു അൻഹു മടക്കി അയക്കുന്നത്, വല്ലാഹി ലയതിമന്ന ഹാദൽ അംർ, ഈ ആദർശം, ഈ കാര്യം പൂർണ്ണമാകാതെ വിട്ടുപോവുകയില്ല. ഹത്താ യസീറ റാകിബു മിൻ സ്വൻആ ഇലാ ഹദ്റമൗത്ത്, യമനിലെ സ്വൻആയിൽ നിന്ന് ഹദ്റമൗത്തിലേക്ക് ഒരു മനുഷ്യൻ യാത്ര ചെയ്യും. ലാ യഖാഫു ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട്. ഈ ആദർശം അറേബ്യൻ ഉപദ്വീപ് മുഴുവൻ കീഴടക്കും. അന്ന് ഈ ആദർശത്തിൻ്റെ തണലിൽ ഒരു മനുഷ്യനെ അല്ലാഹുവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് അവൻ്റെ കൂടെ സഞ്ചരിക്കുന്ന അവൻ്റെ ആട്ടിൻപറ്റം അതിനെ ചെന്നായി പിടിക്കുമോ എന്ന ഭയവും ഒഴിച്ചു നിർത്തിയാൽ പൂർണ്ണമായും നിർഭയത്വത്തോടുകൂടി ആളുകൾ അല്ലാഹുവിനെ മാത്രം ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു കാലമുണ്ടാകും. വലാകിന്നകും തസ്തഅജിലൂൻ, പക്ഷേ നിങ്ങൾ ധൃതി കാണിക്കുകയാണ് എന്നാണ് ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച ഹദീസാണ്. ആ ഹദീസിൽ നിന്ന് നമുക്കൊരുപാട് പാഠങ്ങളുണ്ട്. ദീനിൻ്റെ വിഷയത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം ചെറുതായി നമ്മൾ നേരിടുകയാണ് എങ്കിൽ അവിടെ അത് നിർത്തിപ്പോകാമെന്നോ, ഏതെങ്കിലും ഒരു ചെറിയ കാര്യം വരുമ്പോഴേക്ക് ഇതൊക്കെ വലിയ പ്രയാസങ്ങളാണ് എന്ന് ധരിച്ച് ഇനി ഇതിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കാമെന്നോ കരുതേണ്ടവരല്ല നമ്മൾ. നമ്മുടെ മുൻഗാമികൾ അത്രത്തോളം പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അവരുടെ മുൻഗാമികളും മുൻകാല സമൂഹങ്ങളും പ്രവാചകന്മാരുടെ ഉമ്മത്തും അതിനേക്കാൾ വലിയ പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ദീനിനോട് ആരൊക്കെ ചേർന്ന് നിൽക്കുമോ അവർക്കൊക്കെ പ്രയാസം അവരുടെ കൂടപ്പിറപ്പായി ഉണ്ടാകും. അഷദ്ദുന്നാസി ബലഅൻ അൽ അംബിയ, ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കുക അംബിയാക്കന്മാരാണ്, പിന്നീട് അവരെ പോലെയുള്ളവർ. ആ ഹദീസ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനിപ്പിക്കുന്നത്, ഒരു മനുഷ്യന് എത്രത്തോളം ദീനുണ്ടോ അത്രത്തോളം അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുമെന്നാണ്. ഒരു മനുഷ്യന് ദീൻ ഉറപ്പുള്ളതാണ് എങ്കിൽ അവൻ്റെ പരീക്ഷണങ്ങളും അത്രത്തോളം കഠിനമുള്ളതാകും. ഒരു മനുഷ്യൻ്റെ ദീൻ അത്ര വലിയ കാര്യം മാത്രം പ്രസക്തമായെന്നും അല്ല അവൻ കാണുന്നതെങ്കിൽ അവൻ അത്രത്തോളം ചെറിയ പരീക്ഷണങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കൂ എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കാണാൻ കഴിയും.